നിങ്ങൾക്കറിയാമോ, ലോകചരിത്രത്തിലെ ഏറ്റവും നിർണായകവും സങ്കീർണവുമായ അധ്യായങ്ങളിലൊന്നാണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അഥവാ സോവിയറ്റ് യൂണിയന്റെ ഉദയവും തകർച്ചയും. 20-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഐക്യനാടുകൾക്കൊപ്പം ലോകത്തിലെ രണ്ട് മഹാശക്തികളിൽ ഒന്നായി തലയുയർത്തി നിന്ന ഈ രാഷ്ട്രം ഒരു വിപ്ലവത്തിന്റെ തീപ്പൊരിയിൽ ജനിച്ച് ലോകശക്തിയായി ഉയർന്ന് ഒടുവിൽ സ്വന്തം ഭാരത്താൽ തകർന്നടിഞ്ഞ ഒരു മഹാഗാഥയാണ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ധരിച്ച CCCP ടീഷർട്ട് വീണ്ടും ലോകശ്രദ്ധ നേടിയതോടെ സോവിയറ്റ് യൂണിയന്റെ ചരിത്രവും അതിന്റെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങളും വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. 1917-ലെ റഷ്യൻ വിപ്ലവം മുതൽ 1991-ലെ വിഭജനം വരെ സോവിയറ്റ് യൂണിയന്റെ ചരിത്രം മനുഷ്യന്റെ ആദർശങ്ങളുടെ, അധികാരത്തിന്റെ, പരിമിതികളുടെ, വിജയങ്ങളുടെ, പരാജയങ്ങളുടെ ഒരു സങ്കീർണമായ കഥയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി ധരിച്ച CCCP ടീഷർട്ട് ഒരു കാലഘട്ടത്തിൻ്റെ നൊസ്റ്റാൾജിയ മാത്രമല്ല, റഷ്യയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള അഭിലാഷത്തിൻ്റെ രാഷ്ട്രീയ പ്രതീകവുമാണ്. സോവിയറ്റ് യൂണിയന്റെ ഉദയവും പതനവും അതിൻ്റെ ആഭ്യന്തര ബാഹ്യ ഘടകങ്ങളും ലോകരാഷ്ട്രീയത്തിൽ അതിൻ്റെ സ്വാധീനവുമാണ് ഇക്കുറി നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം വിശാലമായിരുന്നെങ്കിലും സാമൂഹിക സാമ്പത്തിക വൈരുദ്ധ്യങ്ങളുടെ ഒരു ഭൂമിയായിരുന്നു. റോമനോവ് രാജവംശത്തിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ ഉന്നത വിഭാഗം ആഡംബര ജീവിതം നയിച്ചപ്പോൾ ഭൂരിഭാഗം കർഷകരും തൊഴിലാളികളും കടുത്ത ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം ഈ അസമത്വങ്ങളെ കൂടുതൽ വർദ്ധിപ്പിച്ചു. യുദ്ധത്തിൽ റഷ്യൻ സൈന്യം വലിയ തോൽവികൾ ഏറ്റുവാങ്ങി. ഭക്ഷണക്ഷാമം രൂക്ഷമായി. സൈനികരും തൊഴിലാളികളും നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളപ്പെട്ടു. ഈ സന്ദർഭത്തിൽ വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷിവിക് പാർട്ടി സമാധാനം, ഭൂമി, ഭക്ഷണം എന്ന മുദ്രാവാക്യവുമായി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി. 1917-ലെ ഫെബ്രുവരി വിപ്ലവത്തിൽ സാർ നിക്കോളാസ് രണ്ടാമൻ അധികാരഭ്രഷ്ടനായി. ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിക്കപ്പെട്ടു. എന്നാൽ ഈ സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുകയാണുണ്ടായത്. ഇതിൻ്റെ ഫലമായി 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ ഒരു നാടകീയ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തു. ഈ ഒക്ടോബർ വിപ്ലവം റഷ്യൻ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറി. തുടർന്നുണ്ടായ ആഭ്യന്തര യുദ്ധം ബോൾഷെവിക്കുകൾക്കും വൈറ്റ് ആർമി, അതായത് സാർ വിശ്വാസികളും മറ്റ് എതിരാളികളും തമ്മിലുള്ള ഒരു രക്തരൂക്ഷിതമായ പോരാട്ടമായിരുന്നു. ബോൾഷെവിക്കുകളുടെ വിജയത്തോടെ 1922-ൽ റഷ്യ, യുക്രൈൻ, ബെലാറസ്, ട്രാൻസ്കോക്കസ്, അതായത് ജോർജിയ, അർമേനിയ, അസർബൈജാൻ എന്നിവ ഒന്നിച്ച് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അഥവാ USSR രൂപീകരിച്ചു. കാൾ മാക്സിൻ്റെയും ഫെഡറിക് ഏംഗൽസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അടിസ്ഥാനമാക്കി സോവിയറ്റ് യൂണിയൻ സ്വകാര്യ സ്വത്തിൻ്റെ മുതലാളിത്ത വ്യവസ്ഥയെ തള്ളിക്കളഞ്ഞു. എല്ലാ ഉൽപ്പാദന മാർഗങ്ങളും, കൃഷി, വ്യവസായം, വിഭവങ്ങൾ സർക്കാർ നിയന്ത്രണത്തിന് കീഴിലായി. തൊഴിലാളി വർഗത്തിൻ്റെ ഏകാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. 22.4 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ബാൾട്ടിക് കടൽ മുതൽ പസഫിക് സമുദ്രം വരെ 10,900 കിലോമീറ്റർ വ്യാപിച്ചു കിടന്ന സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായിരുന്നു. മോസ്കോ അതിൻ്റെ തലസ്ഥാനമായി. ഇന്നും റഷ്യയുടെ തലസ്ഥാനമായി മോസ്കോ തുടരുകയും ചെയ്യുന്നു. സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ കാലഘട്ടം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. നാസി ജർമ്മനിയെ തോൽപ്പിച്ച റെഡ് ആർമിയുടെ വീരോചിതമായ മുന്നേറ്റം സോവിയറ്റ് സൈനിക ശക്തിയുടെ മുദ്രയായി. 1949-ൽ ആണവായുധം വിജയകരമായി പരീക്ഷിച്ചതോടെ അമേരിക്കയുടെ സൈനിക ആധിപത്യത്തിന് വെല്ലുവിളിയായി സോവിയറ്റ് യൂണിയൻ മാറി. ഇത് ശീതയുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ലോകവും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ലോകവും തമ്മിലുള്ള ഒരു ആദർശപരമായ പോരാട്ടം. ശീതയുദ്ധം നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയെങ്കിലും ഇരുപക്ഷവും സൈനിക, സാമ്പത്തിക, ശാസ്ത്രീയ മേഖലകളിൽ കടുത്ത മത്സരം നടത്തി. സോവിയറ്റ് യൂണിയൻ വാർസോ പാക്ട് എന്ന സൈനിക സഖ്യത്തിലൂടെ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളെ, അതായത് പോളണ്ട്, ഹംഗറി, ചെക്കോസ്ലോവേക്യ, റൊമാനിയ എന്നിവയെ തങ്ങളുടെ സ്വാധീനത്തിലാക്കി. ബഹിരാകാശ ഗവേഷണത്തിൽ സോവിയറ്റ് യൂണിയൻ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചു. 1957-ൽ ലോകത്തിൻ്റെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 നിക്ഷേപിച്ചത് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു. 1961-ൽ യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യനായി. മനുഷ്യന്റെ അതിരുകൾ ഭേദിക്കുന്ന ഒരു മഹത്തായ നേട്ടമായി ഇത് മാറുകയും ചെയ്തു. 1963-ൽ വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയായി.
സോവിയറ്റ് യൂണിയന്റെ ശാസ്ത്രീയ മികവിനെ വീണ്ടും അവർ ഉയർത്തിക്കാട്ടി. ആഭ്യന്തരമായി സോവിയറ്റ് യൂണിയൻ ഒരു ക്ഷേമരാഷ്ട്രമായി വളർന്നു. സൗജന്യ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ ഉറപ്പ് എന്നിവ ജനങ്ങൾക്ക് ലഭ്യമാക്കി. മോസ്കോ, ലെനിൻഗ്രാഡ് അതായത് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗ് തുടങ്ങിയ നഗരങ്ങൾ വ്യവസായത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറി. എന്നാൽ ഈ നേട്ടങ്ങൾക്ക് വലിയ വിലയും നൽകേണ്ടി വന്നു. ജോസഫ് സ്റ്റാലിൻ്റെ ഭരണം ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഭരണങ്ങളിലൊന്നായിരുന്നു. ഗുലാഗ് തടങ്കൽ പാളയങ്ങൾ, ഗ്രേറ്റ് പർജ് തുടങ്ങിയവയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഭീതി വിതച്ചു. സ്റ്റാലിൻ്റെ കേന്ദ്രീകൃത നയങ്ങൾ വ്യവസായവൽക്കരണത്തിനും കാർഷിക കൂട്ടായ്മവൽക്കരണത്തിനും വഴിയൊരുക്കിയെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നഷ്ടവും അനുഭവിക്കേണ്ടി വന്നു. സോവിയറ്റ് യൂണിയന്റെ പുറമേയുള്ള പ്രതാപം ആഭ്യന്തര ദൗർലഭ്യങ്ങളെ മറച്ചുവെച്ചു. തകർച്ചയുടെ വിത്തുകൾ അതിൻ്റെ സൈനിക ശാസ്ത്രീയ വിജയങ്ങളുടെ ഉച്ചകോടിയിൽ തന്നെ വിതയ്ക്കപ്പെട്ടിരുന്നു. സോവിയറ്റ് സമ്പദ് വ്യവസ്ഥ കമാൻഡ് എക്കണോമി അതായത് കേന്ദ്രീകൃത ആസൂത്രണം എന്ന മോഡലിനെ ആശ്രയിച്ചിരുന്നു. മോസ്കോയിലെ ഉദ്യോഗസ്ഥർ യഥാർത്ഥ ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധമില്ലാതെ ഉൽപാദന ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു. സ്വകാര്യ സംരംഭങ്ങളുടെ അഭാവം മത്സരവും നവീകരണവും ഇല്ലാതെയാക്കി. തൽഫലമായി അനാവശ്യ വസ്തുക്കളുടെ അമിത ഉൽപാദനവും ഭക്ഷണം, വസ്ത്രം, ഗുണനിലവാരമുള്ള ഉപഭോഗ വസ്തുക്കൾ എന്നിവയുടെ ദൗർലഭ്യവും ഉണ്ടായി. 1970കളോടെ ബ്രെഡ് ലൈനുകൾ അതായത് റൊട്ടിക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കുമായുള്ള നീണ്ട ക്യൂവുകൾ സാധാരണമായി മാറി. 1980കളിൽ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായി. ജനങ്ങളുടെ അതൃപ്തി വർദ്ധിച്ചു. 1979ൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ സൈനിക ഇടപെടൽ നടത്തി. അവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിന്തുണയ്ക്കാൻ അവർ ശ്രമിച്ചു. ഈ അഫ്ഗാൻ യുദ്ധം ഒരു ദശാബ്ദം നീണ്ടുനിന്നു. ലക്ഷക്കണക്കിന് ജീവനുകൾക്കും ബില്യൺ കണക്കിന് റൂബിളുകൾക്കും ഇത് വില നൽകി. മുജാഹിദീൻ ഗറില്ലകളുടെ എതിർപ്പ്, അമേരിക്കൻ പിന്തുണയോടെ സോവിയറ്റ് സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം തകർത്തു. ഈ യുദ്ധം സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ഭാരവും രാഷ്ട്രീയ ദുരന്തവുമായി മാറി. സ്റ്റാലിൻ്റെ ഭരണം സോവിയറ്റ് യൂണിയന്റെ വ്യവസായവൽക്കരണത്തിനും സൈനിക ശക്തിക്കും വഴിയൊരുക്കിയെങ്കിലും അതിൻ്റെ ക്രൂരത ജനങ്ങളിൽ ഭീതിയും അസംതൃപ്തിയും വിതച്ചു. കൂട്ടായ്മവൽക്കരണം എന്ന നയത്തിലൂടെ കർഷകരുടെ ഭൂമി ബലമായി പിടിച്ചെടുത്ത് കൂട്ടായ കൃഷിസ്ഥലങ്ങളാക്കി മാറ്റി. ഇത് ഹോളോഡോമോർ എന്ന യുക്രൈനിലെ കൃത്രിമ വർദ്ധിപ്പിച്ച ക്ഷാമത്തിന് കാരണമായി. ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. സ്റ്റാലിൻ്റെ ഭരണത്തിൻ്റെ ഭീകരത പിന്നീടുള്ള തലമുറകളിൽ സർക്കാരിനോടുള്ള അവിശ്വാസം വളർത്തുകയും ചെയ്തു. 1985ൽ മിഖായേൽ ഗോർബച്ചേവ് അധികാരത്തിലെത്തിയപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർച്ചയുടെ വക്കിലായിരുന്നു. സാമ്പത്തിക മുരടിപ്പ്, ജനങ്ങളുടെ അതൃപ്തി, അഫ്ഗാൻ യുദ്ധത്തിൻ്റെ ഭാരം എന്നിവ രാഷ്ട്രത്തെ ദുർബലമാക്കിയിരുന്നു. ഗോർബച്ചേവ് 2 പ്രധാന പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. അതിലൊന്ന് പെരിസ്ട്രോയിക്ക അതായത് സാമ്പത്തിക പുനഃസംഘടന ലക്ഷ്യമിട്ട് വിപണി സമ്പദ് വ്യവസ്ഥയുടെ ചില ഘടകങ്ങൾ അവതരിപ്പിച്ചു. ചെറുകിട സ്വകാര്യ സംരംഭങ്ങൾ അനുവദിക്കുകയും സർക്കാർ നിയന്ത്രണം അയഞ്ഞതുമായ നയങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഈ പരിഷ്കാരങ്ങൾ പകുതി വഴിയിൽ നിന്നുപോയതിനാൽ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ അസ്ഥിരമാക്കി മാറ്റി. മറ്റൊന്ന് ഗ്ലാസ്നോസ്റ്റ് അഥവാ രാഷ്ട്രീയ തുറന്ന സമീപനം എന്ന ഈ നയം പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകി. പുസ്തകങ്ങളുടെ നിരോധനം അവസാനിപ്പിക്കുക, KGBയുടെ അതായത് സോവിയറ്റ് രഹസ്യ പോലീസിൻ്റെ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുക, സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറമെ മറ്റു പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി എന്നിവ ഇതിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഈ പരിഷ്കാരങ്ങൾ അപ്രതീക്ഷിത ഫലങ്ങളുണ്ടാക്കി. ഗ്ലാസ്നോസ്റ്റ് സർക്കാരിനെതിരായ വിമർശനങ്ങളെ വർദ്ധിപ്പിച്ചു. എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ ബാൾട്ടിക് രാജ്യങ്ങളിൽ ദേശീയ വികാരങ്ങളെ ഉണർത്തി. ഈ രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഭിന്നതകൾ രൂക്ഷമായി. യാഥാസ്ഥിതികരും പരിഷ്കർത്താക്കളും തമ്മിൽ പോരടിച്ചു. 1991ൽ സോവിയറ്റ് യൂണിയനെ നിലനിർത്താൻ ശ്രമിച്ച യാഥാസ്ഥിതിക കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഗോർബച്ചേവിനെതിരെ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചു. അതിനെ ഓഗസ്റ്റ് ക്യൂ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ബോറിസ് യെൽസിൻ അതായത് റഷ്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റ് ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ചു. യെൽസിൻ മോസ്കോയിലെ വൈറ്റ് ഹൗസിന് മുന്നിൽ ഒരു ടാങ്കിന് മുകളിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തത് സോവിയറ്റ് ചരിത്രത്തിലെ ഒരു നാടകീയ നിമിഷമായിരുന്നു. ഈ പരാജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശേഷിക്കുന്ന സ്വാധീനത്തെ തകർത്തു. 1991 ഡിസംബർ 25-ന് മിഖായേൽ ഗോർബച്ചേവ് രാജിവെച്ചു. സോവിയറ്റ് യൂണിയന്റെ പതാക ക്രെംലിനിൽ നിന്ന് താഴ്ത്തപ്പെട്ടു. 6 ദിവസത്തിന് ശേഷം 1991 ഡിസംബർ 31-ന് സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി ഇല്ലാതെയായി. 15 റിപ്പബ്ലിക്കുകൾ റഷ്യ, യുക്രൈൻ, ബെലാറസ്, ജോർജിയ,
കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, മോൾഡോവ, എസ്റ്റോണിയ, ലാത്വിയ, ലിത്താനിയ എന്നിവ സ്വതന്ത്ര രാഷ്ട്രങ്ങളായി. ബാൾട്ടിക് രാജ്യങ്ങളായ എസ്റ്റോണിയ, ലാത്വിയ, ലിത്താനിയ 1991 സെപ്റ്റംബറിൽ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ശീതയുദ്ധത്തിന്റെ അവസാനവും അമേരിക്കയുടെ ഏകധ്രുവ ലോകത്തിന്റെ തുടക്കവുമായിരുന്നു. റഷ്യ കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ്സ്, അതായത് CIS എന്ന സാമ്പത്തിക രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചെങ്കിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ടായില്ല. യുക്രൈൻ CISന്റെ ഭാഗമല്ല. ജോർജിയ 2009 പിന്മാറി. തുർക്ക്മെനിസ്ഥാൻ ഒരു അസോസിയേറ്റഡ് അംഗം മാത്രമാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയും സാമൂഹിക അനിശ്ചിതത്വവും കൊണ്ടുവന്നു. സർക്കാർ വ്യവസായങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ക്ഷേമ പദ്ധതികൾ തകർന്നു. റഷ്യയിൽ ബോറിസ് യെൽസിൻ 1991 പുതിയ റഷ്യൻ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റായി. എന്നാൽ 1990കളിലെ സാമ്പത്തിക പ്രതിസന്ധി ഒലിഗാർക്കുകൾ, സമ്പന്ന വ്യവസായികൾ എന്നറിയപ്പെടുന്നവർ എന്ന പുതിയ വർഗത്തിന്റെ ഉദയത്തിന് വഴിയൊരുക്കി. അസമത്വം വർദ്ധിപ്പിച്ചു. 2025 റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ CCCP ടീഷർട്ട് ഒരു വസ്ത്രത്തിനപ്പുറം സോവിയറ്റ് യൂണിയന്റെ പഴയ പ്രതാപത്തിന്റെ നൊസ്റ്റാൾജിയയ്ക്കും ആധുനിക റഷ്യയുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളും പ്രതിനിധീകരിക്കുന്നു. CCCP എന്നത് സോവിയറ്റ് യൂണിയന്റെ റഷ്യൻ നാമമാണ്. ഈ ടീഷർട്ട് വ്ളാഡിമിർ പുടിന്റെ ഭരണകൂടത്തിന്റെ പഴയ സോവിയറ്റ് സ്വാധീനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. യുക്രൈൻ, ജോർജിയ, മറ്റ് മുൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുമായുള്ള റഷ്യയുടെ സംഘർഷങ്ങൾ ഈ നവ ഇമ്പീരിയൽ അഭിലാഷങ്ങളുടെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു. സോവിയറ്റ് യൂണിയന്റെ ചരിത്രം മനുഷ്യന്റെ ആദർശങ്ങളുടെയും അധികാരത്തിൻ്റെയും പരിമിതികളുടെയും ഒരു മഹാഗാഥയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സമത്വത്തിൻ്റെ ഒരു ലോകം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും കേന്ദ്രീകൃത ഭരണവും മനുഷ്യാവകാശ ലംഘനങ്ങളും സാമ്പത്തിക പരാജയങ്ങളും ഈ സ്വപ്നത്തെ തകർത്തു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ ശാസ്ത്രീയ സാംസ്കാരിക നേട്ടങ്ങൾ, ബഹിരാകാശ ഗവേഷണം, സൗജന്യ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവ ലോകചരിത്രത്തിൽ അനശ്വരമായ മുദ്ര പതിപ്പിച്ചു. ഇന്ന് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ വ്യത്യസ്ത പാതയിലാണ്. റഷ്യ ഒരു ശക്തമായ രാഷ്ട്രമായി തുടരുമ്പോൾ യുക്രൈൻ, ബാൾട്ടിക് രാജ്യങ്ങൾ തുടങ്ങിയ പാശ്ചാത്യ ലോകവുമായി കൂടുതൽ അടുക്കുന്നു. നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും അംഗത്വം തേടുന്ന ഈ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായി മോചിതമാകാൻ ശ്രമിക്കുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ പൈതൃകം, അതിൻ്റെ വിജയങ്ങളും പരാജയങ്ങളും ലോകരാഷ്ട്രീയത്തെ ഇന്നും സ്വാധീനിക്കുന്നു.